நைஃப் வந்து ஒரிஜினல். அதனால சார் நானே பண்ணுறேன் சார். அப்படி பார்த்தாரு, இப்படி குத்துவேன், அப்படி பிடிப்பார். ജയിലർ അൺലോക്ക് സൂപ്പർ സ്റ്റാർ രജനികാന്ത് അഭിനയിച്ച മെഗാ ബ്ലോക്ക് ബസ്റ്റർ ചലച്ചിത്രം ജയിലറിന് പിന്നിലെ കഥ സബ്ടൈറ്റിലിനോടൊപ്പം നിങ്ങളുടെ സൺ നെക്സ്റ്റിൽ മാത്രം കണ്ടാസ്വദിക്കാം. ഇപ്പോൾ തന്നെ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. എന്തായാലും വിലാസിനി ചേച്ചി കിടപ്പിലായ വിവരം ഞങ്ങൾ രാവിലെ തന്നെ അറിഞ്ഞു. അയ്യോ പാർവതിയെ, രാവിലെ തന്നെ അമ്മ ഇവിടുന്ന് മെഡിക്കൽ ബുള്ളറ്റിന് ഇറക്കിയെന്നാ തോന്നുന്നത്. അറിഞ്ഞെന്ന് വിലാസിനി ചേച്ചി തന്നെ ഞങ്ങളോട് വിളിച്ചു പറഞ്ഞത്. ഞങ്ങൾ അമ്പലത്തിലായിരുന്നു. ഗണപതിയുടെ മുമ്പിൽ തൊഴുതോണ്ട് നിൽക്കുമ്പോഴാ ഫോൺ വന്നത്. അപ്പൊ തന്നെ തൊഴിൽ മതിയാക്കി ഇറങ്ങി. അച്ചോടാ, അപ്പൊ ഗണപതിക്ക് സങ്കടമായി കാണുമല്ലോ. മനോഹരന്റെ നാക്കിനോട് പറഞ്ഞു ജയിക്കാൻ ഞങ്ങളെ കൊണ്ട് കഴിയില്ല. ഞങ്ങൾ ഇച്ചയൊന്ന് കാണട്ടെ. ഒരാള് വീണ് കിടക്കുമ്പോ വന്ന് കാണുന്നതാണല്ലോ മര്യാദ. പിന്നെ ആയിക്കോട്ടെ, അമ്മ അകത്തുണ്ട്. എന്നാലും കൊച്ചെ നീ കൊള്ളാലോ. കാണുന്ന പോലൊന്നും അല്ലല്ലോ. ജഗദമ്മ ചേച്ചി അമ്മയെ കാണാൻ വന്നതാണെങ്കിൽ പോയി കാണാം. വാ ജഗദമ്മ ആന്റി. ചേച്ചി അയ്യോ, എന്നാലും എന്റെ ഇച്ചയെ എങ്ങനെ ഓടിച്ചാടി നടന്നതാ കണ്ടിട്ട് സഹിക്കണില്ല. ഒറ്റ ദിവസം കൊണ്ട് 10 വയസ്സ് കൂടിയതുപോലെയാ. അതേന്നെ, മുഖത്ത് ആ രക്തപ്രസാദവും ദൈവിക ചൈതന്യവും ഒക്കെ വറ്റിപ്പോയി. അത് പിന്നെ ചോര ഊറ്റി കുടിക്കാൻ ഒരു രക്തരക്ഷസ് വീട്ടിലുണ്ടല്ലോ. ജീവൻ തിരിച്ചു കിട്ടിയ ഭാഗ്യം. സത്യത്തിൽ എന്താ പിള്ളേരെ സംഭവിച്ചത്? ആ ദേവികയ്ക്ക് ബാധ കയറി.